ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ JCA ഗാർഡിയൻ വില്ലേജ്, അതുപോലെ KS കാർഡ് അസിസ്റ്റന്റ് എന്നീ പോസ്റ്റിലേക്ക് വരുന്ന എക്സാമിന് വരുന്ന ഒരു ടോപ്പിക് ആയിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 കുറിച്ചാണ്. നമുക്കറിയാം 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ പ്രത്യേകതകൾ, അതുപോലെ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. With the objective of introducing a comprehensive central legislation to facilitate the organization and functioning of genuine multi-state societies and to bring uniformity in their administration and management, the Multi-State Cooperative Societies Act of 1984 was enacted. എന്താണ് ഈ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവരാനായിട്ടുള്ള കാരണമായത്? അതായത് നമ്മുടെ മൾട്ടി സ്റ്റേറ്റുകളിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്താണ് ഒരു യൂണിഫോം രീതിയിലാക്കുക, അതുപോലെ അതിന്റെ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ശരിയായ രീതി, ഒരു കൃത്യമായ രീതിയിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. ദി ഏറിയൽ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1942 വാസ് റീപ്ലേസ്ഡ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു 2 വർഷങ്ങളുണ്ട് അല്ലേ? എന്താണ്? ഒന്ന് പറഞ്ഞു, മൾട്ടി യൂണിറ്റ് സെൻട്രൽ ലെജിസ്ലേഷൻ ടു ഫെസിലിറ്റേറ്റ് ദി organization and functioning of genuine multi-state societies and to bring uniformity in their administration and management, the Multi-State Cooperative Societies Act of 1984 was enacted. എന്തിനു വേണ്ടിയിട്ടാണ് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവന്നത്? അതായത് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, അതുപോലെ തന്നെ അവരുടെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനൊക്കെ ഒരേ രീതിയിലാക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 കൊണ്ടുവന്നത്. ദി ഏർലിയർ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1942 വാസ് റീപ്ലേസ്. 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 വർഷങ്ങളുണ്ടല്ലേ ഇവിടെ. ഒന്ന് എന്ന് പറയുന്നത് ഏതാണ്? മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതെപ്പോഴാണ്? 1942. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നു. അതെപ്പോഴാണ്? ഈ 42ന്റെ നേരെ ഇരട്ടി എത്രയാണ്? 1984. അപ്പൊ ഈ ഒരു 2 വർഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ CSEB അല്ലെങ്കിൽ JCA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര് ഓർത്തിരിക്കേണ്ട കുറച്ച് വർഷങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സിലബസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സാമിന് വരുന്ന ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന 1904 ആക്ട് ഉണ്ട്, അതുപോലെ 1912 ആക്ട്, 1919 കോർപ്പറേഷൻ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആവുന്നത്, അതുപോലെ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ബോംബെ പ്രൊവിൻസിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതിന്റെയൊക്കെ വർഷങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അടുത്ത ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നൊക്കെ പറയാനുള്ളത്? ഈ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, അതിന് അമെൻമെന്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമെൻഡ് ചെയ്തത്, അതായത് 1942 ആക്ടിനെ അമെൻഡ് ചെയ്തത് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. എന്താണ്? ഓഗസ്റ്റ് 18, 1984. ഓഗസ്റ്റ് 18, 1984 നമ്മുടെ ഈ ആക്ടിനെ അമെൻഡ് ചെയ്തത്. എന്ന് മുതലാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത്? സെപ്റ്റംബർ 16, 1985. 84 ആക്ട് ആണ്, 1984 ആക്ട് ആണ്. നിലവിൽ വന്നത് എപ്പോഴാണ്? 1985 സെപ്റ്റംബർ മാസം 16 ആക്ട് നിലവിൽ വരുന്നത്. വന്ന സമയത്ത് എത്ര സെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്? 51 ആക്ട് ഓഫ് 1984. 1984 51 നമ്പർ ആക്ട് ആയിട്ടാണ് ഏത് ആക്ട് വന്നത്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത്. സെൻട്രൽ ആക്ട് ആണ് അല്ലെ? സെൻട്രൽ ആക്ട് ആണ്. എത്രാമത്തെയാണ്? 51 ആക്ട് ആയിരുന്നു. അപ്പൊ ഇതോടുകൂടി നമ്മൾ നോക്കേണ്ട വേറെ കാര്യങ്ങൾ കൂടിയുണ്ട്. 1904 ആക്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് എത്ര നമ്പർ ആക്ട് ആയിരുന്നു. അതുപോലെ 1912 ആക്ട് എത്ര നമ്പർ ആക്ട് ആയിരുന്നു. നമ്മൾ ഓരോ ആക്ടുകൾ പഠിക്കുമ്പോൾ
നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ കുറച്ചധികം ആക്ടുകൾ നോക്കുവാനായിട്ടുണ്ട്. അപ്പോൾ അത് എത്ര നമ്പർ ആക്ട് ആയിരുന്നു, അതിൻ്റെ അത് എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം, നോക്കിക്കൊണ്ട് പോകേണ്ടതാണ്. അടുത്തത്, എത്ര സെക്ഷൻസ് ആണ് നമ്മുടെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഉണ്ടായിരുന്നത്? 110 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? ആകെ 2 ഷെഡ്യൂളുകളായിരുന്നു നമ്മൾ ഈ ഒരു ആക്ട് വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ഷെഡ്യൂളിൻ്റെ അകത്ത് എന്താണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മുടെ ഒന്നാമത്തെ ഷെഡ്യൂളിൽ വരുന്നത്. രണ്ടാമത്തെ ഷെഡ്യൂൾ ആയിക്കോട്ടെ ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ്സ്, അതായത് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ലിസ്റ്റ് ആണ് രണ്ടാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അങ്ങനെ വന്ന സമയത്ത് 2 ഷെഡ്യൂളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം? സ്വാഭാവികമായിട്ടും അമെൻമെന്റുകൾ വന്നിട്ടുണ്ടാവും. നമ്മുടെ ഓരോ ആക്ടിനും അമെൻമെന്റുകൾ വരും അല്ലേ? ഇപ്പൊ നമുക്ക് റീസെന്റ് നമ്മുടെ KCS ആക്ടിന് അമെൻമെന്റ് വന്നതുപോലെ തന്നെ നമ്മുടെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് എന്ത് വന്നിട്ടുണ്ട്? അമെൻമെന്റ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി നോക്കാനുള്ളത് അമെൻമെന്റ് വന്ന വർഷങ്ങൾ, ആ അമെൻമെന്റ് എന്തൊക്കെയായിരുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് 2002 അമെൻമെന്റ് വരുന്നത് കേട്ടോ. 2002 അമെൻമെന്റ് വരുന്നു. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വന്നത് നമുക്ക് നോക്കാം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002, 2002 ഇതിന് ഒരു അമെൻമെന്റ് വരുന്നത്. അപ്പൊ ആ 2002 അമെൻമെന്റ് നമുക്ക് നോക്കാം. ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് enacted in 1984 was modified in 2002. എന്താണ് ഈ അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ പഴയ ആക്ടിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ് അമെൻമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ 2002 എന്ത് ചെയ്തു? ചില അമെൻമെന്റുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ഭേദഗതികൾ വന്നിട്ടുണ്ട്. ഇൻ കീപ്പിംഗ് വിത്ത് ദി സ്പിരിറ്റ് ഓഫ് ദി മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ട്. അപ്പോൾ മോഡൽ കോപ്പറേറ്റീവ്സ് ആക്ടിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടാണ് 2002 ഈ ഒരു അമെൻമെന്റ് വന്നത്. അതുപോലെ ഈ 2002 ആക്ട് അല്ലെങ്കിൽ ഈ 2002 അമെൻമെന്റ് ആക്ട് എന്ത് ചെയ്തു? 1984 ആക്ടിനെ റീപ്ലേസ് ചെയ്തു. ആ ഒരു ആക്ടിനെ മാറ്റിയിട്ടാണ് 2002 അമെൻമെന്റ് ആക്ട് നിലവിൽ വരുന്നത്. ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത്? ഇനി അതിനുശേഷം അമെൻമെന്റ് വന്നിട്ടുണ്ടോ? ഉണ്ട്. എപ്പോഴാണ്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് എപ്പോഴാണ് ഇതിന് അടുത്ത അമെൻമെന്റ് വന്നതെന്ന്? 2023 അല്ലെ? 2023 ലേറ്റസ്റ്റ് അമെൻമെന്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അമെൻമെന്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിന്റെ അകത്ത് നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 2 ഷെഡ്യൂളുകളായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു ഷെഡ്യൂൾ കൂടി അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തു? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് 2023 അമെൻമെന്റ് എന്ന് നോക്കാം. ലേറ്റസ്റ്റ് അമെൻമെന്റ് 2023 Act number 11 of 2023 dated 3rd August 2023 enacted in 74th year of Republic. എന്താണ് 2023 അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്? സെൻട്രൽ ആക്ട് ആണ്. അതുപോലെ തന്നെ എത്രാം നമ്പർ ആക്ട് ആണ്? 2023 11ാം നമ്പർ ആക്ട് ആയിട്ടാണ് ഈ ഒരു അമെൻമെന്റ് ആക്ട് വന്നത്. എന്നാണ് അതിന്റെ ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓഗസ്റ്റ് 3, 2023. ഓഗസ്റ്റ് 3, 2023 എന്താ ഈ ഒരു അമെൻമെന്റ് വരുന്നത്. അത് ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ഇയർ ആണ്? 74ാമത് റിപ്പബ്ലിക് ഇയറിലാണ് എന്ത് വന്നിരിക്കുന്നത്? ഈ ഒരു അമെൻമെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു എത്ര ഷെഡ്യൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്? 2 ഷെഡ്യൂൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ മാറ്റിക്കൊണ്ട് അതിന്റെ കൂടെ എന്ത് ചെയ്തു? ഒരു ഷെഡ്യൂൾ കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർത്തു. അങ്ങനെ നിലവിൽ എത്ര ഷെഡ്യൂൾ ഉണ്ട്? 3 ഷെഡ്യൂൾ ആണുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഷെഡ്യൂൾ നമ്മൾ പറഞ്ഞ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. രണ്ടാമത്തെ ഷെഡ്യൂളോ ലിസ്റ്റ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, നമ്മുടെ നാഷണൽ ലെവലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ലിസ്റ്റ് ആണ് സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഷെഡ്യൂൾ, അതായത് ഏറ്റവും അവസാനം ആഡ് ചെയ്ത ഷെഡ്യൂൾ ഏതാണ്? അണ്ടർ എനി അതർ ആക്ട് സ്പെസിഫൈഡ് ഇൻ ദി തേർഡ് ഷെഡ്യൂൾ ആഡഡ് വിത്ത് ലേറ്റസ്റ്റ് 2023 അമെൻമെന്റ്. അതായത് 2023 ഏറ്റവും അവസാനമായിട്ട് ആഡ് ചെയ്ത ഷെഡ്യൂൾ ആണ് ഇത്. അണ്ടർ എനി അതർ ആക്ട് സ്പെസിഫൈഡ് ഇൻ ദി തേർഡ് ഷെഡ്യൂൾ. അപ്പൊ ഇത്രയുമാണ് 2023 അമെൻമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ച് വർഷങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞല്ലേ, നിങ്ങളുടെ മനസ്സിലോട്ട് വേഗം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ഒരു JC കേസ് കാർഡിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വർഷങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ട് ഒരു ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വർഷങ്ങൾ കൊണ്ട് മാത്രം എങ്ങനെയാണ് ടൈം ലൈൻ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ പറയാം. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് 1942 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ചാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞത് എന്താണ്? 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇവിടെ 1942 മൾട്ടി യൂണിറ്റ് ആണ്. അതിനുശേഷം 1984 എന്ത് വന്നു? മൾട്ടി സ്റ്റേറ്റ് ആയിട്ട് മാറി. അതിനുശേഷം നമ്മൾ ഏതാണ് പറഞ്ഞത്? 2002 അമെൻമെന്റ് വന്നു എന്ന് പറഞ്ഞു.
അതിനുശേഷം 2023 അമെൻമെന്റ്. അങ്ങനെ ഒരു 3 അല്ല 4 വർഷങ്ങൾ നമ്മൾ ഇപ്പൊ പഠിച്ചു. ഇപ്പൊ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു 4 വർഷങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? മനപ്പാഠമാക്കിക്കൊണ്ട് വേണം നിങ്ങൾ മുൻപോട്ട് പോകുവാനായിട്ട്. ഇപ്പം നമുക്കറിയാം നമ്മുടെ JCA അല്ലെങ്കിൽ KS കാർഡിന്റെ സിലബസ് വെച്ച് നമുക്ക് ഒരു കുറച്ചധികം വർഷങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ഒരു മോഡ്യൂൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം ആണ്. അതുപോലെ അടുത്ത ഒരു മോഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള ആൻഡ് ഇന്ത്യ പഠിക്കുമ്പം അതിൻ്റെ അകത്ത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്ന അതിൻ്റെ വർഷവും തീയതിയും പഠിക്കണം. അത് എത്ര നമ്പർ ആക്ട് ആണ് എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ആക്ട് എത്ര നമ്പർ ആക്ട് ആണ്, അത് എത്ര ടയർ ആണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ തന്നെ നമുക്ക് കുറച്ചധികം ഡേറ്റുകളും കുറച്ചധികം നമ്പറുകളും പഠിക്കുവാനുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു ചാർട്ടാക്കി പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പരീക്ഷ ഹാളിൽ എത്തുമ്പോഴത്തേക്കും ഓടി എത്തുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വർഷങ്ങൾ കൂടാതെ നമുക്ക് എന്തൊക്കെ പഠിക്കാനായിട്ടുണ്ട്? വേറെയും കുറച്ച് വർഷങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ അടുത്ത ഒരു മോഡ്യൂളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് പഠിക്കണം? കുറച്ച് വർഷങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഡേറ്റുകൾ പഠിക്കാനുണ്ട്. അപ്പൊ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഒരു ടൈം ലൈൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. അപ്പം വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് ഉള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടാവും. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ JCA അല്ലെങ്കിൽ KS കാർഡിൽ ആദ്യ റാങ്കിലോട്ട് എത്താം, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ ഒരു ടൈം ലൈൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതുപോലെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്താമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഉത്തരവുമായിട്ട് ആതിര മിസ് ഒരു ഫ്രീ വെബിനാറുമായിട്ട് എത്തുകയാണ്. എന്നാണ് November 12 രാത്രി 9 മണിക്കാണ് നമ്മുടെ ഫ്രീ വെബിനാർ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ സിലബസ് ബേസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാം, അതുപോലെ CACB, KS കാർഡ്, ബാങ്ക്, അതുപോലെ JCA, ഗാദി ആൻഡ് വില്ലേജ് എങ്ങനെ ഒരുമിച്ച് പഠിക്കാം, അത് രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ഡൗട്ടുകളാണോ ഉള്ളത് ആ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഡേറ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയാം, November 12 രാത്രി 9 മണിക്കാണ്. അപ്പൊ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിരിക്കുക നമ്മുടെ കമന്റ് ബോക്സിൽ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രീ വെബിനാറിലോട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ JCA, ഗാദി ആൻഡ് വില്ലേജ്, അതുപോലെ KS കാർഡിന് പുതിയ ബാച്ചസ് ആരംഭിക്കുകയാണ്. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ ഒരു ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ബോർഡ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. അപ്പം അതുപോലെ മറ്റു കാര്യം പറയാനുള്ളത്, നമ്മുടെ അപേക്ഷിക്കുവാനുള്ള ലാസ്റ്റ് ഡേറ്റിന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ ഇതുവരെയും ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് JCA, ഗാദി ആൻഡ് വില്ലേജ് ഉണ്ട്, അതുപോലെ KS കാർഡ് അസിസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അപ്ലൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിനു ശേഷം കൃത്യമായ രീതിയിൽ പഠിച്ചു പോകുക. കാരണം നമ്മളെ സംബന്ധിച്ച് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ടില്ല. കറക്റ്റ് ഒരു പ്രിസൈസ് ആയിട്ടുള്ള സിലബസ് ആണ് നമുക്ക് PSC എക്സാമുകൾക്കുള്ളത്. അതും ജനറൽ PSCനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വൈഡ് അല്ല. നമ്മൾ പഠിച്ച, അതായത് നമ്മൾ ഡിഗ്രി ക്ലാസ്സുകൾ അല്ലെങ്കിൽ HDC, JDC ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊന്ന് നല്ല രീതിയിൽ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആദ്യ റാങ്കുകളിലേക്ക് എത്താനായിട്ട് പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മോക്ക് എക്സാമുകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. കാരണം CACB എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് നെഗറ്റീവ് മാർക്കില്ല. പക്ഷെ PSCയിൽ എങ്ങനെയാണ്? നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പം എങ്ങനെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാം, എങ്ങനെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡിൽ കൂടി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങളാണ് PSCക്ക് വരാറ്. ആ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങൾ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്തെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ അറിയാനായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു വെബിനാർ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ ആ വെബിനാറിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്